നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോണു. A simple pendulum has a bow with mass m and charge q. The pendulum string has negligible mass. Stringന് mass ഇല്ല. Uniform horizontal electric field കൊടുത്തു. Tension the string changes the final tension the string when the pendulum attains equilibrium. Equilibrium നേട്ടാൽ വരയ്ക്കുക, ഫോഴ്സുകൾ ഇക്വേറ്റ് ചെയ്യാതല്ലേ ചെയ്യേണ്ടത്? യെസ്. ഇങ്ങനെ വെറുതെ തൂങ്ങിക്കിടന്നിരുന്ന ഒരു പെൻഡുലം. യെസ്. ഓക്കെ, അതിന് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചോ. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇങ്ങോട്ട് കൊടുത്താൽ പോസിറ്റീവ് ചാർജിൻ്റെ നമ്മളുടെ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും ഹൊറിസോണ്ടൽ. അപ്പം ഇതിങ്ങനെ നിൽക്കും. ഇപ്പം വെറുതെ തൂങ്ങിക്കിടന്ന സാധനം ഇങ്ങനെ വെറുതെ നിൽക്കും. അപ്പം എന്തൊക്കെ ഫോഴ്സുകൾ? യെസ്. ക്യൂ ചാർജ് ഈ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ഫോഴ്സ് ക്യു ഇ. എം ജി താഴേക്ക് എന്തായാലും ഉണ്ട്. പിന്നെ സ്ട്രിങ് അതിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ആ ഫോഴ്സാണ് നമ്മളോട് ചോദിച്ച ടെൻഷൻ. യെസ്. ഇക്വിലിബ്രിയം ആണെന്ന് ഉറപ്പാണ്. ഇക്വിലിബ്രിയം ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആവണം. അപ്പം ഞാനിങ്ങനെ പറയും, ഈ ടെൻഷൻ എന്ന് പറഞ്ഞത് ഈ രണ്ട് വെക്ടറിൻ്റെ സമ്മിന് ഈക്വലും ഓപ്പോസിറ്റ് ആയിരിക്കും. യെസ്. അപ്പം ഇതിൻ്റെ വെക്ടർ സം ഏതാ? രണ്ട് പെർപെൻഡിക്കുലർ ഫോഴ്സ്. ടെൻഷൻ ഈസ് ഈക്വൽ ടു വെക്ടർ സം ഓഫ് ദ ടു പെർപെൻഡിക്കുലർ ഫോഴ്സസ് ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് എം ജി പ്ലസ് സ്ക്വയർ ഓഫ് ക്യു ഇ. ദ ആൻസർ ഈസ് 3. സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഇക്വിലിബ്രിയം ഇലക്ട്രോസ്റ്റാറ്റ്സിലെ ഫോഴ്സ് എഫ് ഈസ് ക്യു എന്നുള്ള കൺസെപ്റ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചോദിച്ചു എന്ന് മാത്രം. നത്തിങ് മോർ.